ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വിദേശിയാണെങ്കിലും നമ്മുടെ നാട്ടിൽ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ലോങ്ങൻ എന്ന പഴത്തെക്കുറിച്ചാണ്. ഇതിനെ ഡ്രാഗൺ ഐ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമുക്ക് നോക്കിയാലോ. ലിച്ചിയുടെ കുടുംബക്കാരനായ ഈ പഴത്തിന്റെ പുറന്തോട് മാറ്റി നോക്കിയാൽ കണ്ണുപോലെ ഇരിക്കും. നല്ല മധുരവും പ്രത്യേക സുഗന്ധവുമാണ് ഈ പഴത്തിന്റെ ഹൈലൈറ്റ്. ഇതിൽ വിറ്റാമിൻ സി ധാരാളമുണ്ട്. ഇത് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കും. നമ്മുടെ കേരളത്തിലെ ചൂടുള്ള കാലാവസ്ഥയിൽ ലോങ്ങൻ നന്നായി വളരും. നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന ഇടങ്ങളിൽ ഇത് നട്ടുപിടിപ്പിക്കാം. ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ ഉപയോഗിച്ചാൽ 2-3 വർഷത്തിനുള്ളിൽ തന്നെ കായ്ച്ചു തുടങ്ങും. ലോങ്ങൻ പഴത്തിൽ ധാരാളമായി വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. കൂടാതെ പേശികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ പ്രോട്ടീൻ, ഊർജം നൽകുന്ന കാർബോഹൈഡ്രേറ്റ്സ്, ബി വിറ്റാമിനുകൾ എന്നിവയും ഇതിലുണ്ട്. ഇതിലെ പോഷകങ്ങൾ പറഞ്ഞുതരാം. വിറ്റാമിൻ സി ചർമ്മത്തിന്റെയും മുടിയുടെയും ആരോഗ്യത്തിന്, പ്രോട്ടീൻ ശരീരകോശങ്ങളുടെ വളർച്ചയ്ക്ക്, ആന്റി ഓക്സിഡന്റുകൾ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ, മിനറലുകളും പൊട്ടാസ്യം, മഗ്നീഷ്യം എന്നിവ അടങ്ങിയിരിക്കുന്നു. ലോങ്ങൻ പഴത്തിന്റെ പ്രധാന ഗുണങ്ങൾ ഒന്ന് വിശദീകരിച്ചു തരാം. രോഗപ്രതിരോധം. വിറ്റാമിൻ സി ധാരാളമുള്ളതിനാൽ ജലദോഷം, പനി എന്നിവ തടയാൻ സഹായിക്കുന്നു. ചർമ്മ സൗന്ദര്യം. ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയതിനാൽ ചർമ്മത്തിലെ ചുളിവുകൾ മാറാനും തിളക്കം ലഭിക്കാനും നല്ലതാണ്. മാനസികാരോഗ്യം. സ്ട്രെസ് കുറക്കാനും നല്ല ഉറക്കം ലഭിക്കാനും ഇത് സഹായിക്കുന്നു. രക്തശുദ്ധി. അയൺ അടങ്ങിയിട്ടുള്ളതിനാൽ വിളർച്ച തടയാനും രക്തയോട്ടം കൂട്ടാനും ഉത്തമമാണ്. ഹൃദയാരോഗ്യം. പൊട്ടാസ്യം ഉള്ളതിനാൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കും. ലോങ്ങൻ പഴം ആരോഗ്യത്തിന് വളരെ നല്ലതാണെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില ശാരീരിക അവസ്ഥകൾ ഉള്ളവർ ഇത് ഒഴിവാക്കുന്നതോ അല്ലെങ്കിൽ അളവ് കുറച്ച് കഴിക്കുന്നതോ ആണ് നല്ലത്. ലോങ്ങൻ പഴം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടവരും അതിന്റെ ദോഷഫലങ്ങളും പറഞ്ഞുതരാം. പ്രമേഹ രോഗികൾ. ഡയബറ്റീസ്. ലോങ്ങനിൽ പഞ്ചസാരയുടെ അളവ് വളരെ കൂടുതലാണ്. ഇത് പെട്ടെന്ന് രക്തത്തിലെ ഗ്ലൂക്കോസ് നില ഉയർത്താൻ കാരണമാകും. അതിനാൽ പ്രമേഹമുള്ളവർ ഇത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക. 2. ശരീരഭാരം കുറക്കാൻ ആഗ്രഹിക്കുന്നവർ. കലോറിയും മധുരവും കൂടുതലായതിനാൽ അമിതമായി കഴിക്കുന്നത് ശരീരഭാരം വർദ്ധിപ്പിക്കാൻ ഇടയാക്കും. ഡയറ്റിനുള്ളവർ അളവ് നിയന്ത്രണം. 3. ഗർഭിണികൾ. ഗർഭകാലത്തിന്റെ അവസാന മാസങ്ങളിൽ ലോങ്ങൻ അമിതമായി കഴിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇത് ശരീരത്തിലെ ചൂട് വർദ്ധിപ്പിക്കാനും മലബന്ധം പോലുള്ള അവസ്ഥകൾക്കും കാരണമായേക്കാം എന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ദഹന പ്രശ്നങ്ങളുള്ളവർ. അമിതമായി കഴിക്കുന്നത് വയറിളക്കം, വയറുവേദന, ഗ്യാസ് തുടങ്ങിയ ദഹന പ്രശ്ന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ലോങ്ങൻ പഴം കഴിച്ചാലുള്ള പ്രധാന ദോഷങ്ങളൊന്ന് ചുരുക്കത്തിൽ പറഞ്ഞുതരാം. അമിതമായ ചൂട്. ആയുർവേദ പ്രകാരം ചൂടുള്ള സ്വഭാവമുള്ള പഴമാണിത്. അമിതമായി കഴിച്ചാൽ വായ്പുണ്ണ്, മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം ചിലരിൽ എന്നിവയ്ക്ക് കാരണമായേക്കാം. അലർജി. അപൂർവമായി ചിലരിൽ ചൊറിച്ചിലോ തടിപ്പോ പോലുള്ള അലർജി ലക്ഷണങ്ങൾ കണ്ടേക്കാം. രക്തസമ്മർദ്ദം. ഉയർന്ന രക്തസമ്മർദ്ദത്തിന് മരുന്ന് കഴിക്കുന്നവർ അളവ് ശ്രദ്ധിക്കുക. ഏതൊരു ഭക്ഷണവും മിതമായ അളവിൽ കഴിക്കുന്നതാണ് എപ്പോഴും ഉചിതം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ഡയറ്റീഷ്യന്റെ ഉപദേശം തേടുക. ഇത്രയൊക്കെയാണ് ലോങ്ങൻ പഴത്തിന്റെ ഹെൽത്ത് ബെനിഫിറ്റും സൈഡ് എഫക്റ്റും. നിങ്ങളുടെ വീട്ടുമുറ്റത്തും ഒരു ലോങ്ങൻ മരം വളർത്താൻ നോക്കൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ മറക്കരുത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകളുമായി ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.